യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയുള്ള ദൈവവചന ശുശ്രൂഷയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, ഒരു കരുതൽ, സ്നേഹം സാധാരണയേക്കാൾ കൂടുതൽ ഇന്ന് അനുഭവിച്ചറിയാൻ കഴിയട്ടെ. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വച്ച് ഏറ്റവും വലിയൊരു സമ്മാനമാണ്, ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് അനുഗ്രഹം, ദൈവാനുഗ്രഹം. അനുഗ്രഹം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ്. നിങ്ങൾ അനേകർക്ക് ദൈവത്തിൻ്റെ വചനത്തെ കൊടുക്കുമ്പോൾ കൈമാറുന്നത് ആ വചനത്തിലുള്ള അനുഗ്രഹമാണ്. അതും രാവിലെ തന്നെ കൈമാറുമ്പം അത്രയും പേർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനമാണ് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവവചനത്തിനകത്ത് എനിക്കുള്ളൊരു അനുഗ്രഹമുണ്ട്. അത് വിശ്വാസത്തോടെ ഞാൻ കേൾക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ഞാനത് സ്വീകരിക്കുമ്പോൾ ആ അനുഗ്രഹം എന്നിലേക്ക് വരും. നമുക്കറിയാം, നമുക്കൊരാളെ സ്നേഹമോ ഇഷ്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കും, വസ്ത്രം മേടിച്ചു കൊടുക്കും, വാച്ച് മേടിച്ചു കൊടുക്കും, ഫോൺ മേടിച്ചു കൊടുക്കും, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെല്ലാം പഴയതാവും. വസ്ത്രം കുറച്ച് നാളൊക്കെ ഇട്ട് കഴിഞ്ഞത് പഴയതാവും. ഭക്ഷണം മേടിച്ചു കൊടുത്താൽ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് ആ ഭക്ഷണം കേടാകും. ഫോണാണെങ്കിലും ചെരുപ്പായാലും ബാഗായാലും വസ്ത്രമായാലും എന്തു മേടിച്ചു കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ അത് പഴയതാവും, മാറ്റിവെക്കും. എന്നാൽ പഴയതാകാത്ത, കേടാകാത്ത ഒന്ന് ഉണ്ടെങ്കിൽ അത് അനുഗ്രഹമാണ്. ഒരാൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ അത് കുറേ കഴിയുമ്പം അത് കേടാകത്തില്ല. ആ അനുഗ്രഹത്തിൽ അയാൾ ജീവിച്ചു തുടങ്ങും. ആ അനുഗ്രഹം അയാളുടെ ജീവിതത്തെ മാറ്റും. നമ്മൾ കേൾക്കുന്ന ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊന്നുമല്ല, വലിയ നല്ലൊരു സമ്മാനം പോലെ ദൈവാനുഗ്രഹമാണ്. ഇന്ന് പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കുക, സങ്കടം ഉണ്ടാകാതിരിക്കാനല്ല, ജീവനുള്ളൊരു ജീവിതമല്ലേ, സങ്കടം ഉണ്ടാകാതിരിക്കില്ല. പക്ഷെ എത്ര വലിയ സങ്കടം ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു ശക്തി നമ്മിൽ പ്രവർത്തിച്ചു തുടങ്ങാനും കൂടി പ്രാർത്ഥിക്കുവാണ്. സങ്കടങ്ങൾ ഉണ്ടാകാതിരിക്കില്ല, പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കില്ല, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് മറികടക്കാനുള്ളൊരു ശക്തി നമ്മിൽ പ്രവർത്തിച്ചു തുടങ്ങട്ടെ. അതൊരനുഗ്രഹമാണ്. ഇന്ന് ദൈവവചനം കേൾക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം, പത്രോസ് ജയിലിൽ കിടക്കുന്ന ഭാഗമാണ്. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 5-ാമത്തെ വാക്യം. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. കാരാഗൃഹത്തിൽ, ജയിലിൽ പത്രോസ് കിടക്കുമ്പം സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരാൾക്കൊരു പ്രതിസന്ധി വന്നപ്പം സഭ, കുറേ മനുഷ്യർ, ഒപ്പമുള്ളവർ, സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടായോ? ഞാൻ പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട വാക്ക് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രതിസന്ധി വന്നാൽ പ്രാർത്ഥനയുള്ള മനുഷ്യരെ കൊണ്ട്, സ്നേഹമുള്ള മനുഷ്യരെ കൊണ്ട് ദൈവം നമുക്ക് സംരക്ഷണം ഒരുക്കും. പത്രോസ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ്.
ചേർന്ന് നടന്നയാളാ, ഒപ്പം നിന്നയാളാ. ആ വ്യക്തിയാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത്. ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുഭവിച്ച മനോദുഃഖം, ഒറ്റപ്പെടൽ, വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. ആ സമയത്ത് സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, സ്നേഹിക്കുന്ന ചില മനുഷ്യരെ കൊണ്ട്, പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യരെ കൊണ്ട് ആ ജീവിതത്തിന് ചുറ്റും ദൈവം സംരക്ഷണം തീർത്തത് കണ്ടോ? നിങ്ങളും പ്രാർത്ഥിക്കുന്നവർ, ദൈവവചനം കേൾക്കുന്നവർ, എല്ലാവരോടും വളരെ പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു വെല്ലുവിളി വന്നാൽ, അതിജീവിക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധിയിൽ വല്ലാതെ കുഴഞ്ഞാൽ എഴുതി വച്ചോ, ഡയറിയിൽ എഴുതി വയ്ക്കണം, മനസ്സിൽ എഴുതി വയ്ക്കണം. പ്രാർത്ഥനയുള്ള ചില അനുഗ്രഹീതരായ മനുഷ്യരെ കൊണ്ടും, സ്നേഹമുള്ള, അസൂയയില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത, ഈഗോ ഇല്ലാത്ത, സത്യസന്ധമായ സ്നേഹമുള്ള മനുഷ്യരെ കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിന് സംരക്ഷണം ഒരുക്കാൻ തുടങ്ങും. പത്രോസ്ലീഹ ഫോൺ വിളിച്ച് പറഞ്ഞോ, പത്രോസ്ലീഹയുടെ കുടുംബക്കാർ പറഞ്ഞോ, നിങ്ങൾ ദയവ് ചെയ്തൊരു ഉപവാസ പ്രാർത്ഥന വെക്കണം കേട്ടോ, നിങ്ങൾ എന്തായാലും ഒരു ധ്യാനമൊക്കെ കൂടണം. പത്രോസിന് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കല്ലേ, പ്രാർത്ഥിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒന്നും ആരുടെ ഉപദേശം കൊണ്ടൊന്നും അല്ലല്ലോ സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അന്നും അങ്ങനെയാണെങ്കിൽ ഇന്നും ഇങ്ങനെയാണ്. ഇതേപോലെ തന്നെ ഇന്ന് സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ ജീവിതത്തിലോ ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ, ഞങ്ങൾക്ക് ആരാ ഉള്ളത്, ഞങ്ങൾക്കിനി എന്തു ചെയ്യും എന്നൊക്കെ ചോദിച്ച് മനസ്സ് തളരുമ്പോൾ, മനസ്സ് പൊള്ളുമ്പോൾ, മനസ്സ് വാടുമ്പോൾ, പ്രാർത്ഥനയുള്ള മനുഷ്യരെ കൊണ്ട്, സ്നേഹിക്കുന്ന ചിലരെ കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും സംരക്ഷണം ഏർപ്പെടുത്തും. അതുകൊണ്ടാണ് പലരും പല പ്രതിസന്ധികളിലും വാടിയും ഉണങ്ങിയും തളർന്നും പോകാത്തത്. അവരവരുടെ കൈക്കരുത്തുകൊണ്ടും മനക്കരുത്തുകൊണ്ടും മാത്രമല്ല, കൈക്കരുത്തുകൊണ്ടും മനക്കരുത്തുകൊണ്ടും ശക്തി കൊണ്ടും ധൈര്യം കൊണ്ടും മാത്രമല്ല. ഇനി ഇങ്ങനെ ദൈവ സംരക്ഷണം ഒരുക്കിയിട്ടോ. 12-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഒരു ദൈവപ്രവൃത്തി അവിടെ നടന്നു. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹേറോദോസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുമായിരുന്നു. പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി. എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, അവിടെ ദൈവീക പ്രവൃത്തികൾ ഉണ്ടാകാൻ തുടങ്ങി. നിങ്ങൾ ചിലരെ ഓർത്തിട്ട് പറയില്ലേ, ഈ മനുഷ്യൻ നന്നാവൂന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ മനുഷ്യൻ ശരിയാകുകയില്ല, ഈ വീടിന് നന്നാകില്ല, ഇനി ഇങ്ങനെ എൻ്റെ ജീവിതം പോകാൻ ഞാൻ പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെയൊക്കെ പറയാനും വിധിക്കാനും വരട്ടെ. ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും വലിയ മാറ്റങ്ങളെ ദൈവം വ്യക്തിയിൽ, കുടുംബത്തിൽ, സാമ്പത്തികത്തിൽ, സാഹചര്യത്തിൽ കൊണ്ടുവരും. ഒന്നും അബദ്ധങ്ങളല്ല, യാദൃശ്ചികമല്ല. നമുക്ക് തോന്നും അബദ്ധത്തില്ല. ചിലരൊക്കെ പറയില്ലേ, ഞാൻ അബദ്ധത്തിൽ ഈ വചനം കേട്ടുപോയതാണ്. അങ്ങനെ തോന്നിയാൽ പോലും അത് അബദ്ധമല്ല. യാദൃശ്ചികമായി ഞാനിങ്ങനെ കേട്ടതാണ്. ദൈവവചനമാണ് കേട്ടതെങ്കിൽ യാദൃശ്ചികമല്ല. ദൈവത്തിൻ്റെ ഒരു പദ്ധതി തന്നെയുണ്ട്. നിങ്ങളെ ദൈവ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി മനസ്സിലാക്കാൻ ദൈവം സമയവും സാഹചര്യവും ഒരുക്കും. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയുള്ള മനുഷ്യർ, സ്നേഹമുള്ള കുറേ മനുഷ്യർ ദൈവം നമുക്ക് ചുറ്റും അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇന്നുവരെ കണ്ടവരോ കേട്ടവരോ ആയിരിക്കണമെന്നില്ല. ഇന്നുവരെ നമ്മളെ വലുതായിട്ടൊന്നും കരുതാത്തവരും പരിഗണിക്കാത്തവരൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ആവശ്യ നേരത്ത് നമുക്ക് വേണ്ടി അപ്പുറത്തിരുന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അത് ദൈവം നമുക്ക് വേണ്ടി ആ സമയത്ത് നിർത്തിയ കുറേ മനുഷ്യരാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളെ കാണുന്നുണ്ട്.
ദൈവത്തിന് നിങ്ങളുടെ മനസ്സിൻ്റെ ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അറിയാം. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ തീരുമാനത്തിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. നല്ല ജോലി ലഭിക്കാനിടയാകട്ടെ. ദൈവത്തോടുള്ള നല്ല ബന്ധമുണ്ടാകട്ടെ. ആരാധിക്കുന്നൊരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. പ്രാർത്ഥനയുള്ളൊരു തലമുറ ഉയർന്നു വരട്ടെ. ദൈവവിചാരമുള്ള ഒരു തലമുറ കയറി വരട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചൊരു തലമുറ കയറി വരട്ടെ. താമസിക്കാൻ നല്ല ഭവനം, സഞ്ചരിക്കാൻ നല്ലൊരു വാഹനം, ഭക്ഷിക്കാൻ നല്ല ആഹാരം, ജീവിക്കാൻ പറ്റിയ സമാധാനമുള്ള അന്തരീക്ഷം, പരസ്പരമുള്ള ഐക്യം എല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നിനൊന്നിന് വർദ്ധിച്ചും അനുഗ്രഹമായിട്ടും വരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശനിയാഴ്ച, 2ാം ശനിയാഴ്ചയാണ് വരാൻ പോകുന്നത്. അന്ന് വൈകുന്നേരം 7 മണിക്ക് ഇതേ യൂട്യൂബ് ചാനലിൽ 7 തൊട്ട് 7:30 വരെ സിസ്റ്റേഴ്സിനായി അരമണിക്കൂർ പ്രാർത്ഥനയുണ്ട്. വചനപ്രഘോഷണം, ഒരു പ്രാർത്ഥനയും. ആഗ്രഹിക്കുന്ന ഓരോ സിസ്റ്റേഴ്സിനും അതിൽ പങ്കെടുക്കാം. നിർബന്ധമല്ല. നിങ്ങളുടെ മനസ്സും ടൈം ടേബിളും സാഹചര്യങ്ങളും ഒക്കെ അനുകൂലമാണെങ്കിൽ ആദ്യമായി നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, ശുശ്രൂഷയാണ്. അറിയിപ്പായിട്ട് അറിയിക്കുന്നു. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണി മുതൽ 7:30 വരെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഒരു സുവിശേഷ വേലയാണ്, ദൈവാനുഗ്രഹമാണ്. നാളെ ബുധനാഴ്ച ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.